എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് vhskep.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു vhskep.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് നിങ്ങൾക്ക് പരിശോധിക്കാം. ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള സ്കൂളുകളിലേക്ക് അല്ലെങ്കിൽ കോഴ്സുകളിലേക്ക് നിർബന്ധമായിട്ടും മാറേണ്ടതാണ്. അങ്ങനെ മാറിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് നഷ്ടമാവുന്നത് മാത്രമല്ല, അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും നിങ്ങൾ പുറത്താക്കപ്പെടുകയും അതുപോലെ നേരത്തെ കിട്ടിയ സീറ്റ് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആവുന്നതും ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഒരു ഉദാഹരണം പറഞ്ഞു തരാം. അത് നിങ്ങൾക്കിപ്പോൾ ഏതൊരു സ്കൂളിലാണ് നിങ്ങൾ നിലവിൽ അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷിച്ചു, നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കിട്ടിയ ട്രാൻസ്ഫർ ചിലപ്പോൾ സെയിം സ്കൂളിലെ വേറൊരു കോഴ്സായിരിക്കാം, അതല്ലെങ്കിൽ ചിലപ്പോൾ മറ്റൊരു സ്കൂളിലേക്ക് മറ്റൊരു കോഴ്സിലേക്കായിരിക്കാം കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പുതുതായിട്ട് എവിടെയാണോ കിട്ടിയത് അവിടേക്ക് നിർബന്ധമായിട്ടും മാറേണ്ടതാണ്. അങ്ങനെ മാറിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് നഷ്ടപ്പെടുക മാത്രമല്ല, ഓൾറെഡി നിങ്ങൾ ട്രാൻസ്ഫറിന് അപേക്ഷിച്ച സമയത്ത് നിങ്ങൾക്ക് ഇവിടേക്ക് ട്രാൻസ്ഫർ കിട്ടുന്ന സാഹചര്യത്തിൽ ഇവിടുത്തെ സീറ്റ് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം, ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എങ്ങോട്ടേക്കാണോ ട്രാൻസ്ഫർ കിട്ടിയത് അങ്ങോട്ടേക്ക് നിർബന്ധമായിട്ടും മാറേണ്ടതാണ്. അപ്പോൾ ജൂൺ 25 ഉച്ചയ്ക്ക് 12 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രാൻസ്ഫർ ലഭിച്ച സ്കൂളിലേക്ക് അല്ലെങ്കിൽ കോഴ്സുകളിലേക്ക് മാറാനായിട്ട് അവസരം കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ട്രാൻസ്ഫർ കിട്ടിയ സ്കൂളുകളിലേക്ക് നിർബന്ധമായിട്ടും മാറേണ്ടതാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കുക എന്നുള്ള കാര്യം നോക്കാം. ഈ ഒരു vhskep.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വിദ്യാർത്ഥികൾ ഓപ്പൺ ചെയ്യുക. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു vhskep.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ ഇവിടെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ യൂസർ നെയിമായിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുക്കുക, അതുപോലെ തന്നെ പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫോർഗോട്ട് പാസ്വേഡ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയ മൊബൈൽ നമ്പർ കൊടുക്കുക. അത് VHSC അപേക്ഷ കൊടുത്തപ്പോൾ നൽകിയ മൊബൈൽ നമ്പർ കൊടുക്കുക. അതുപോലെ തന്നെ അവിടെ കുറച്ച് ഇംഗ്ലീഷ് സെഷൻ കാണാം, അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് മനസ്സിലാകുന്നില്ലെങ്കിൽ ഇവിടെയുള്ള ആ ഒരു റിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു ഇംഗ്ലീഷ് സെഷൻ ചേഞ്ച് ആവുന്നതാണ്. അപ്പോൾ ഇതനുസരിച്ച് നിങ്ങൾക്ക് എപ്പോഴാണ് അത് മനസ്സിലാകുന്നത് ആ ഒരു സമയം ആ ഒരു ക്ലിക്ക് ചെയ്യുന്നത് നിർത്തിയിട്ട് നിങ്ങൾ അവിടെ എന്താണ് കാണുന്നത് അത് കൃത്യമായിട്ട് ആ ഒരു ഇംഗ്ലീഷ് അക്ഷരം എന്താണോ അത് കൃത്യമായിട്ട് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം വാലിഡേറ്റ് ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരുന്നതാണ്. അപ്പോൾ ആ ഒരു OTP അല്ലെങ്കിൽ നിങ്ങൾക്ക് സെൻഡ് OTP എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ കാണാം. അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന OTP അടുത്ത പേജിൽ നൽകുക. അപ്പോൾ ആ ഒരു OTP നൽകി കഴിഞ്ഞാൽ പിന്നീട് ഇതുപോലെ നിങ്ങൾക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് 2 ബോക്സ് ഉണ്ടാകും. അവിടെ നിങ്ങളുടെ പുതുതായിട്ട് നിങ്ങൾക്ക് ഏത് പാസ്വേഡാണ് വേണ്ടത് ആ ഒരു പാസ്വേഡ് കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സേവ് അല്ലെങ്കിൽ അപ്ഡേറ്റ് ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ പാസ്വേഡ് സെറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പുതിയ പാസ്വേഡായി. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നേരത്തെയുള്ള ആ ഒരു ലോഗിൻ പേജിലേക്ക് വരിക. അതിനുശേഷം നിങ്ങൾ അവിടെ നിങ്ങളുടെ യൂസർ നെയിമായിട്ടുള്ള അതായത് നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക, അതുപോലെ തന്നെ പാസ്വേഡ് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു പേജിലും ഇതേ രീതിയിൽ തന്നെ കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാം, അത് കൃത്യമായിട്ട് നിങ്ങൾ എന്താണോ ആ സ്ക്രീനിൽ കാണുന്നത് അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് മനസ്സിലാകുന്നില്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ റിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ചേഞ്ച് ആയിട്ട് ഇങ്ങനെ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണ് അത് കൃത്യമായിട്ട് അത് മനസ്സിലാകുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾ ടെക്സ്റ്റ് ഫ്രം ഇമേജ് എന്നുള്ള ഭാഗത്ത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ലോഗിൻ ചെയ്യുക. അപ്പോൾ ഇതോടുകൂടി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് പോകാവുന്നതും അവിടെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ഒരു ലിങ്ക് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് ട്രാൻസ്ഫർ എന്നാണെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയെന്ന് മനസ്സിലാക്കാം. അതുപോലെ സോറി യു ഹാവ് നോ ട്രാൻസ്ഫർ എന്നാണെങ്കിൽ ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കാം. ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു പേജിൽ തന്നെ വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ളൊരു ഓപ്ഷൻ ആവും, അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് റിപ്പോർട്ട് എന്നായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ എന്താണ് കാണുന്നത് അതനുസരിച്ച് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും റാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫറിന് നിങ്ങൾ ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്ന സ്കൂൾ കോഴ്സുകളുടെ നിങ്ങളുടെ റാങ്കും അതുപോലെ ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥിയുടെ നിങ്ങൾ ഓപ്ഷൻ വെച്ച സ്കൂളിൽ അല്ലെങ്കിൽ ആ ഒരു കോഴ്സിൽ ഒരു ട്രാൻസ്ഫർ കിട്ടിയ വിദ്യാർത്ഥിയുടെ ആ ഒരു റാങ്ക് ഡീറ്റെയിൽസും നിങ്ങൾക്ക് അതിൽ അതായത് ആ ഒരു വിദ്യാർത്ഥിയുടെ റാങ്ക് ലാസ്റ്റ് റാങ്കായിട്ട് കാണാനും സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എത്ര വ്യത്യാസത്തിലാണ് ഈ ഒരു ട്രാൻസ്ഫർ പോയത് അല്ലെങ്കിൽ ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതുപോലെ ട്രാൻസ്ഫർ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ ഉടൻ തന്നെ ഉണ്ടാകും. അതായത് സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിന് ശേഷം ഏതെങ്കിലും ഫസ്റ്റ് സപ്ലിമെൻ്ററിക്ക് ശേഷമൊക്കെ ആയിരിക്കും സെക്കൻഡ് ട്രാൻസ്ഫർ ഉണ്ടായിരിക്കുക. ഇനി ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ പുതുതായിട്ട് നിങ്ങൾക്ക് ഏത് കോഴ്സിലേക്കാണ് അല്ലെങ്കിൽ സ്കൂളിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് അതിനനുസരിച്ച് നിങ്ങൾ ഈ ഒരു ജൂൺ 12 ജൂൺ 25
ജൂൺ 25 ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പായിട്ട് പോയിട്ട് സ്ഥിര അഡ്മിഷൻ നേടണം. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട്. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഇൻസ്ട്രക്ഷൻ ഫോർ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പേജിൽ വന്നത് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുത്താൽ ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. അപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ 1ാം വർഷ വിദ്യാർത്ഥികളുടെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. https://admissions.vhscportal.kerala.gov.in അതായത് vhscportal.kerala.gov.in വെബ്സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അതിൽ നിങ്ങളുടെ യൂസർ ഐ ഡി, അതായത് ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ യൂസർ ഐ ഡി ആയിട്ടുള്ള ഫോൺ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡ് നൽകി ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് പരിശോധിക്കാം. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂൾ അല്ലെങ്കിൽ കോഴ്സിലേക്ക് 25/6/2025 ഉച്ചയ്ക്ക് 2 മണിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഒരു അറിയിപ്പിൽ 12 മണിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ 12 മണിക്ക് മുമ്പായിട്ട് തന്നെ പോയിട്ട് അഡ്മിഷൻ എടുക്കാൻ ശ്രദ്ധിക്കാം. അതിനു മുമ്പായിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ നേടണം. അല്ലാതെ പക്ഷം അത്തരം വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ റദ്ദാക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ നിലവിൽ അഡ്മിഷൻ നേടിയ സ്കൂളിൽ തന്നെയാണ് കോഴ്സ് മാറ്റം കിട്ടിയിട്ടുള്ളതെങ്കിൽ നിലവിൽ പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികൾ നിലവിലെ സ്കൂളിൽ തന്നെയാണ് മറ്റൊരു കോഴ്സിലേക്ക് മാറ്റം ലഭിച്ചിട്ടുള്ളതെങ്കിൽ പ്രസ്തുത കോഴ്സ് മാറ്റത്തിൻ്റെ ഫലമായി അടയ്ക്കേണ്ട അധിക ഫീസ് മാത്രം അടച്ചാൽ മതി. അതായത് ഞാനിപ്പോൾ എ എന്നൊരു സ്കൂളിലാണ്. അപ്പോൾ എ എന്ന സ്കൂളിൽ എനിക്ക് കിട്ടിയത് ഏതെങ്കിലും പ്ലംബിങ്ങിൻ്റെ ആ ഒരു കോഴ്സാണെന്ന് വിചാരിക്കുക. ഞാനപ്പോൾ ആ ഒരു എ എന്ന സ്കൂളിൽ തന്നെ എനിക്ക് വേറൊരു കോഴ്സിലേക്ക് അതായത് വേറൊരു കോഴ്സിലേക്ക് ആണ് ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ വെച്ചതെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയെങ്കിൽ എനിക്ക് ആ കോഴ്സ് മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് വല്ല എക്സ്ട്രാ ഫീസ് ഉണ്ടെങ്കിൽ അത് അടച്ചാൽ മതി. ഇനി രണ്ടാമത്തേത്, ഓരോ കോഴ്സിൽ തന്നെ സ്കൂൾ മാറ്റം ലഭിച്ചവർ നിലവിൽ പ്രവേശനം നേടിയ അതേ സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്ക്, അതായത് നിലവിൽ പ്രവേശനം നേടിയ അതേ കോഴ്സിൽ തന്നെ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റം ലഭിച്ച വിദ്യാർത്ഥികൾ റവന്യൂ വിഹിതം ഒഴികെ മറ്റ് ഫീസും പുതുതായിട്ട്, അതായത് റവന്യൂ വിഹിതം ഒഴികെ മുഴുവൻ ഫീസും പുതുതായി ചേർന്ന സ്കൂളിൽ അടക്കേണ്ടതാണ്. അതായത് ഇപ്പോൾ എനിക്ക് ഏതെന്ന സ്കൂളിലാണ് ഈ ഒരു പ്ലംബിങ്ങിൻ്റെ ആ ഒരു കോഴ്സ് കിട്ടിയത്. അപ്പോൾ അതിനുശേഷം ഈ ഒരു ബി എന്ന സ്കൂളിലും എനിക്ക് പ്ലംബിങ്ങിൻ്റേതാണ് കിട്ടിയതെങ്കിൽ ഞാൻ ഈ ഒരു സ്കൂളിൽ നിന്നും എൻ്റെ TC അതുപോലെയുള്ള ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുക. അതിനുശേഷം പുതുതായിട്ട് എവിടെയാണോ കിട്ടിയത് അവിടേക്ക് പോവുക, അവിടെ അഡ്മിഷൻ നേടുക. അപ്പോൾ ആ ഒരു സമയത്ത് PTF ഫണ്ട് അതുപോലെയുള്ള ഫീസും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അതുപോലെ അഡ്മിഷൻ ഫീസ് നിങ്ങൾക്ക് വീണ്ടും അടക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി അടുത്തതായിട്ടുള്ളത്, പുതിയ സ്കൂളിൽ മറ്റൊരു കോഴ്സിൽ പ്രവേശനം ലഭിച്ചവർ, അതായത് ഇപ്പോൾ എനിക്കിപ്പോൾ അലോട്ട്മെൻ്റ് ആയിട്ട് ആദ്യം കിട്ടിയിട്ടുണ്ടായിരുന്ന കോഴ്സ് എന്ന് പറയുന്നത് പ്ലംബിങ്ങിൻ്റെ ഒരു ജോലിയാണ്, അതായത് ജോലിയല്ല, ആ ഒരു കോഴ്സാണെന്ന് വിചാരിക്കാം. അപ്പോൾ പിന്നീട് കിട്ടിയിട്ടുള്ളത് അതായത് ഗ്രാഫിക് ഡിസൈനർ കോഴ്സാണെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയെങ്കിൽ എനിക്ക് മറ്റൊരു കോഴ്സിലേക്കാണ് മാറ്റം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ മറ്റൊരു കോഴ്സിൽ പുതിയ സ്കൂളിലേക്ക് മാറ്റം ലഭിച്ച വിദ്യാർത്ഥികൾ റവന്യൂ വിഹിതം ഒഴികെ ഉള്ള എല്ലാ മുഴുവൻ ഫീസും പുതുതായിട്ട് ചേർന്ന സ്കൂളിൽ അടക്കേണ്ടതാണ്. കമ്പ്യൂട്ടർ കോഴ്സുകളായിട്ടുള്ള ഫീൽഡ് ടെക്നീഷ്യൻ കമ്പ്യൂട്ടിംഗ് പെരിഫറൽസ് കോഴ്സ് കോഡ് 10, ഗ്രാഫിക് ഡിസൈനർ കോഴ്സ് കോഡ് 11, ജൂനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പർ കോഴ്സ് കോഡ് 13, വെബ് ഡെവലപ്പർ കോഴ്സ് കോഡ് 49 എന്നിങ്ങനെ പുതുതായിട്ട് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് പ്രകാരം എന്നിങ്ങനെയുള്ള കോഴ്സുകളിൽ നിങ്ങൾക്ക് പുതുതായിട്ട് ഈ ഒരു അതായത് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് പ്രകാരം പ്രവേശനം നേടുന്ന കുട്ടികൾ ഈ ഒരു കമ്പ്യൂട്ടർ അഡീഷണൽ സ്പെഷ്യൽ ഫീസായിട്ടുള്ള 100 രൂപ പുതുതായിട്ട് പ്രവേശനം നേടുന്ന സ്കൂളിൽ അടക്കേണ്ടതാണ് എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.